നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് തൻ്റേതായ സംഭാവന നൽകി 5 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന മധുസാറായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. തൻ്റെ സിനിമാ വഴിത്താരയിലൂടെ ഈ എപ്പിസോഡിലും മധുസാറ് സഞ്ചരിക്കുകയാണ്. നമുക്കായിട്ടുള്ള മധുസാറിൻ്റെ ഒരു കെമിസ്ട്രി, എനിക്ക് തോന്നുന്നു മധുസാറ് വളരെ സ്നേഹത്തോടെയാണ് ഈ പുതുതലമുറ നടന്മാരെ എപ്പോഴും ഒരു വാത്സല്യം അവർക്ക് കൊടുത്തിരുന്നു. ഒരു രസതന്ത്രം എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇപ്പോഴും അവരും എനിക്ക് കിട്ടിയത് ഞാൻ കൊടുത്തതായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അവർ സത്യൻ സാറും നസീറും എന്നെ അങ്ങനത്തെ എൻകറേജ് ചെയ്യായിരുന്നു. എപ്പോഴും ഓൾവേസ് എൻകറേജിങ്. ഒരിക്കലും മറ്റൊരു രീതിയിൽ എനിക്ക് അവരുടെ സിനിമാ അനുഭവങ്ങളൊക്കെ മധുസാറുമായിട്ട് പങ്കുവെച്ചിരുന്നു. ഒരുപക്ഷെ കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ ചെയ്യാവുന്ന പലപ്പോഴും പലപ്പോഴും അവരുടെ ദുഃഖങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. ലാലുവായിട്ടുള്ള അഭിനയം, ഈ ലാലിനൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലാലിൻ്റെ പ്രസൻസ് ഉണ്ടല്ലോ വളരെ പ്ലസൻ്റാണ്, പിരിമുറുക്കമൊന്നുമില്ല. ലാലിൻ്റെ വർക്കിനും അതെ, ഹീസ് ഓൾവേസ് അറ്റ് ഈസ്. അപ്പോൾ അത് നമ്മളിലേക്കും പകരും. ഇത് തമാശയാണ്, എല്ലാം ഹ്യൂമറാണ്. അങ്ങനെ വലിയ തമാശയല്ല, ഈ സ്വയം ഒരുമാതിരി ഈ എന്തെന്ന് പറയാൻ ടെൻഷൻ എന്ന് പറയണത് വേറെ വല്ല വീട്ടിലുണ്ടായിരിക്കാം, അല്ല ലൈഫിലുണ്ടായിരിക്കാം, ബിസിനസ്സിലുണ്ടായിരിക്കാം, പക്ഷെ വർക്ക് ചെയ്യാൻ വരാൻ നേരത്ത് യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളാണ്. കർക്കശ സ്വഭാവം അച്ഛനിൽ നിന്ന് മധുസാറിന് പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന കാര്യം മധുസാറിൻ്റെ പഴയ ഡ്രൈവർ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാനല്പം സ്പീഡിൽ ഓടിച്ചെന്നും പറഞ്ഞ് എന്നെ വഴിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ പുറകെ വണ്ടി ഓടിപ്പിച്ച ആളാണ് ഇദ്ദേഹം. അതൊക്കെ ഒരു തമാശ നല്ല അനുഭവം കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കണം. എന്താ വിദ്വാൻ ചെയ്തത് പറയുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇങ്ങനെയൊരു പ്രേമം കുറെ കണ്ടുകൊണ്ടിരുന്നവനാണ് ഞാൻ. ആദ്യത്തെ പടത്തിൽ തന്നെ പാർവതി ഹീറോയിനായിരുന്നു. വന്നതിൻ്റെ അടുത്ത ദിവസം പ്രേമം തുടങ്ങിയതാണ്. അപ്പോൾ ത്രൂ ഷൂട്ടിങ് ഈ പ്രേമരംഗങ്ങൾ ഇങ്ങനെ പോയി അച്ഛനായിട്ട് അഭിനയിക്കുകയും ലൈഫിൽ ഇങ്ങനെ പ്രേമരംഗം കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നീട് അവർ വിവാഹം കഴിക്കുന്ന സാറിന് രണ്ടാമത്തെ ദിവസം തന്നെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു. പറഞ്ഞു, ഇത് കണ്ടപ്പോൾ മനസ്സിലായി. അതെ. क्या बोलती तुम? सुनिया ആരെങ്കിലും കണ്ടാല घूमेंगे फिरेंगे गाएंगे नाचेंगे ऐश करेंगे. അത്രമാത്രം എനിക്ക് പറയണടാ പട്ടികളെ. ഞാൻ സിനിമയിൽ സാർ എന്ന് വിളിക്കുന്നത് മധുസാറിന് മാത്രമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി എന്നെക്കാളും മൂത്ത ആൾക്കാർ പലരും ഞാൻ ചേട്ട എന്ന് വിളിക്കാറുണ്ട്, പക്ഷെ സാർ എന്ന് വിളിക്കാറില്ല. സാറ് എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം ഒരു അധ്യാപകനെ പോലെ ഞാൻ കാണുന്നു എന്നാണ്. ഇപ്പോൾ ബാക്കി ഞങ്ങളുടെ ഫീൽഡിലുള്ള ഞാൻ ഇൻക്ലൂഡിങ് ഞാൻ ബാക്കിയുള്ള ആളുടെ മുമ്പ് പോയിട്ട് സംസാരിക്കുമ്പം അവൻ ഈക്വലാണ്, എനിക്ക് ഈക്വലാണ് അവൻ എന്ന് അവൻ്റെ മനസ്സിൽ തോന്നത്തക്കവണ്ണം പെരുമാറാൻ നമുക്കറിയില്ല. അല്ലെങ്കിൽ ആ ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല. സാറിൻ്റെ പിതാവ് തിരുവനന്തപുരത്തെ പഴയ മേയറായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായ അച്ഛൻ്റെ നടനായ മകൻ എന്ന രൂപത്തിൽ ഏത് രൂപത്തിലാണ് അന്നത്തെ രാഷ്ട്രീയത്തെയും ഞാൻ ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും അതിൻ്റെ രൂപമാറ്റവും ഒക്കെ ഏത് രൂപത്തിലാണ് സാറ് നോക്കിക്കാണുന്നതെന്ന് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. മധുസാറിനെ കാണാറുണ്ട്. ഒരു എന്നാ പറയുന്ന വലിയ റെസ്പെക്റ്റും വലിയ ഒരു നടനായിട്ട് കാണുന്ന. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പടം, എൻ്റെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു പടം എഡിറ്റ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി എനിക്ക്. സാറിൻ്റെ കടുത്തൊരു ആരാധകം വരുന്നുണ്ട്. വരട്ടെ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം, ഒരുപാട് നോവലുകൾ വായിക്കുകയും അതിലെ കഥാപാത്രങ്ങളായി ജീവിക്കുകയും ചെയ്ത സാറ് ഏതെങ്കിലും കഥാപാത്രങ്ങളാവാൻ ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെട്ട ഏതെങ്കിലും റോളുകളുണ്ടോ? പ്രിയ മുതൽ മിനി വരെ സംവിധാനം ചെയ്ത സാർ ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സംവിധായകൻ്റെ മേലങ്കി അണിയാൻ സാർ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രേക്ഷകരെന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഉറക്കെ സംസാരിക്കും, പറഞ്ഞാൽ തീരും. അതെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല. എന്തെങ്കിലും ഒരു സംഗതി എംഫസൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം ഉറച്ചു പോകും. ദേഷ്യമല്ല, അതൊരു ഇതാണ്. അപ്പോൾ ആരും തെറ്റ് എല്ലാവരും ഞാൻ തെറ്റ് ചെയ്യാത്തവനല്ല എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. സാറേ, ഇത് JB ജംഗ്ഷൻ 150ാമത്തെ എപ്പിസോഡ് തികയ്ക്കുകയാണ്.
ഈ 150ാമത്തെ എപ്പിസോഡ് തയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും യോഗ്യനായ ഒരു അതിഥി മധു സാർ മാത്രമാണ്. താങ്ക് യു. സാറിന് പ്രത്യേകം